everyone, welcome to the strategy class. ഇന്ന് നമ്മൾ verbal ability യുടെ strategy ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഇംഗ്ലീഷ് പോർഷനിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് verbal ability എന്ന് പറയുന്നത്. ഈ verbal ability സെക്ഷനകത്ത് വരുന്ന സബ് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് ക്ലിയർ ആയിട്ട് അറിയണ്ടേ? അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നതെന്ന് അറിയണ്ടേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ verbal abilityയുടെ സ്ട്രാറ്റജി ക്ലാസ്സിലേക്ക് കടക്കാം. verbal ability എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. കാരണം verbal ability, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇതുപോലുള്ള ഇംഗ്ലീഷ് ടോപ്പിക്സിലൂടെ അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പിക്സ് ഉൾക്കൊള്ളിക്കുന്നതിലൂടെ എക്സാമിനേഴ്സ് നമ്മുടെ ലാംഗ്വേജ് എബിലിറ്റീസ്, ലാംഗ്വേജ് കോമ്പീറ്റൻസീസ് ഒക്കെയാണ് പിന്നെ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ലാംഗ്വേജ് ലേണിംഗ് എന്താണ്, ലാംഗ്വേജ് ലേണിംഗിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ എങ്കിലും നിങ്ങൾക്കുണ്ടായിരിക്കണം. സോ ലാംഗ്വേജ് ലേണിംഗ് ഈസ് സംതിങ് വിച്ച് വി ഡു റൈറ്റ് ഫ്രം അവർ ചൈൽഡ്ഹുഡ് അല്ലേ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മദർ ടങ് ആയിരിക്കും പഠിക്കുന്നത്, പിന്നെ നമ്മൾ പല പല ലാംഗ്വേജസ് അക്വയർ ചെയ്യുന്നുണ്ടായിരിക്കും. നോട്ട് അക്വയറിങ്, ആക്ച്വലി ലേണിംഗ്. സോ ലാംഗ്വേജ് ലേണിങ്ങിൽ ഒരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കലി 4 സ്കിൽസാണ് പഠിക്കുന്നത്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഈ 4 സ്കിൽസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഈ 4 സ്കിൽസ് തമ്മിൽ റിലേറ്റഡുമാണ്. ഇപ്പോൾ ലിസണിങ് ആൻഡ് റീഡിങ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ആൻ ഇൻപുട്ട്, അകത്തേക്ക് പോകുന്ന സംഭവമാണ്. ആൻഡ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഔട്ട്പുട്ടാണ്. സോ ഡയറക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് ഈ 4 സ്കിൽസും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്, ഇൻ ഓർ ഔട്ട് എന്നുള്ളത്. പിന്നെ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടും വെദർ ഇറ്റ് ഇസ് സ്പോക്കൺ ഓർ റിട്ടൺ എന്ന് വെച്ചിട്ടും ഡിഫറൻസസ് ഉണ്ട്. സോ നമുക്ക് മേജറായിട്ട് 4 സ്കിൽസാണുള്ളത്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ആൻഡ് ഇതിനെ ലാംഗ്വേജിൻ്റെ മാക്രോ സ്കിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് 4 മേജർ മാക്രോ സ്കിൽസാണ് ഓരോ ലാംഗ്വേജ് ലേണിങ്ങിലും നമ്മൾ അക്വയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി കമ്മിങ് ടു വെർബൽ ആപ്റ്റിറ്റ്യൂഡ്. വെർബൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ സ്ട്രാറ്റജി പറഞ്ഞപ്പോൾ റീഡിംഗ് ആപ്റ്റിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ വെർബൽ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? വെർബൽ ആപ്റ്റിറ്റ്യൂഡ് ഇസ് ദി എബിലിറ്റി ടു യൂസ് ദ റിട്ടൺ ലാംഗ്വേജ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ് പ്രസൻറ്റഡ് ത്രൂ വേർഡ്സ്. അപ്പോൾ നമുക്ക് റിട്ടൺ ലാംഗ്വേജിനെ യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും അതിലെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റിനെയാണ് നമ്മൾ വെർബൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇവാലുവേറ്റ്സ് പ്രാക്ടിക്കൽ വെർബൽ സ്കിൽസ്, ഗ്രാമർ, സ്പെല്ലിംഗ്, വൊക്കാബുലറി ആൻഡ് വെർബൽ കോംപ്രിഹെൻഷൻ. സോ ഈ വെർബൽ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? നമ്മുടെ പ്രാക്ടിക്കൽ വെർബൽ സ്കിൽസ്. പ്രാക്ടിക്കൽ വെർബൽ സ്കിൽസ്, അതർവൈസ് ദ മൈക്രോ സ്കിൽസ് ഓഫ് ലാംഗ്വേജ്, ഇൻക്ലൂഡ്സ് ഗ്രാമർ, സ്പെല്ലിംഗ്, വൊക്കാബുലറി, പ്രൊനൗൺസിയേഷൻ, വെർബൽ കോംപ്രിഹെൻഷൻ. ഇതൊക്കെയാണ് നമ്മുടെ ലാംഗ്വേജിൻ്റെ മൈക്രോ സ്കിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ മൈക്രോ സ്കിൽസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ വെർബൽ സ്കിൽസിൻ്റെ ഒരു അസസ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ദെൻ സെക്ഷൻ ഓൾസോ ഇൻക്ലൂഡ്സ് റീസണിങ് ആൻഡ് ഡിഡക്ഷൻ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കൽ റീസണിങ് ആൻഡ് വെർബൽ റീസണിങ്. ആൻഡ് ഇതിനകത്ത് റീസണിങ് ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്, ക്രിട്ടിക്കൽ റീസണിങ്, വെർബൽ റീസണിങ് പോലുള്ള ക്വസ്റ്റ്യൻസ്. സോ വെർബൽ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. വെർബൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്, നിങ്ങൾക്ക് ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ളതാണ് ഈ വെർബൽ എബിലിറ്റി സെക്ഷനിലൂടെ എക്സാമിനേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് ടെസ്റ്റ് ചെയ്യാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നതെന്ന് അറിയാണ്ട് നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് വെർബൽ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വെർബൽ ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനിൽ വരുന്ന സബ് ടോപ്പിക്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നോക്കിയാലോ. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് യൂസേജ് ആണ്. ഓക്കെ, ഇംഗ്ലീഷ് യൂസേജ് എന്താണ്? ഇറ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് ദ ഗ്രാമർ ദാറ്റ് ഈസ് ഓഫ് റെലവൻസ്. ദ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ ആസ്ക്ഡ് ആർ ട്രിക്കി. ഓക്കെ, സോ ഇംഗ്ലീഷ് യൂസേജ് സെക്ഷനിലൂടെ അവർ നോക്കുന്നത് എന്താണ്? നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാമറിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഗ്രാമർ അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എൻ ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാമർ ദാറ്റ് ഈസ് ബീങ് ഇവാലുവേറ്റഡ്. ആൻഡ് ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ട്രിക്കി ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഇംഗ്ലീഷ് യൂസേജിനകത്ത് കുറേ ടോപ്പിക്സ് ഉണ്ട്, സബ് ടോപ്പിക്സ്. എന്തൊക്കെയാണ്? പാർട്സ് ഓഫ് സ്പീച്ച്, ടെൻസസ്, സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്, ആർട്ടിക്കിൾസ്, പ്ലൂറൽ നൗൺ ഫോംസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇംഗ്ലീഷ് യൂസേജ് എന്ന് പറയുന്ന സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ഇംഗ്ലീഷ് യൂസേജ് സെക്ഷൻ മനസ്സിലായല്ലോ. ദ വേ ഇൻ വിച്ച് യു യൂസ് ഇംഗ്ലീഷ് അത് തന്നെയായിരിക്കും അവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. ദി ആപ്ലിക്കേഷൻ ലെവൽ ആണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ,
ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്ന കാറ്റഗറി സിനോണിംസ് ആണ്. സിനോണിംസ് ക്വൈറ്റ് ഫെമിലിയർ ആണ്. സിനോണിംസ് ആർ വേർഡ്സ് ദാറ്റ് ഹാവ് സെയിം ഓർ സിമിലർ മീനിങ്സ്. സിനോണിംസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം അല്ലെങ്കിൽ സിമിലർ മീനിങ്സ് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുന്നത്. ഈ സെക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നോളജ് ഓഫ് ദ ലാംഗ്വേജ് ആൻഡ് വേർഡ് പവർ ആണ്. നമുക്ക് ലാംഗ്വേജിനെ പറ്റി അറിവുണ്ടോ, നമ്മുടെ വേർഡ് പവർ എത്രത്തോളം ഉണ്ട്, എത്ര വേർഡ്സ് നമുക്കറിയാം. ബേസിക്കലി ഇറ്റ്സ് എ വൊക്കാബുലറി ടെസ്റ്റ്. വൊക്കാബുലറി എത്രത്തോളം ഉണ്ട് എന്ന് അസസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് സിനോണിംസ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ടെസ്റ്റ് യുവർ എബിലിറ്റി ടു റിമെമ്പർ വേർഡ്സ് വിത്ത് സിമിലർ മീനിങ്സ്. നമുക്ക് സിമിലർ മീനിങ്സ് ഉള്ള എത്രത്തോളം വേർഡ്സ് റിമെമ്പർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതും കൂടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. എക്സാമ്പിൾ നോക്കിയാൽ ഫൗണ്ട്, സീ, എസ്റ്റാബ്ലിഷ്, റിയലൈസ്, സെർച്ച്. നോക്കിയാൽ ഫൗണ്ട് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. സീ, എസ്റ്റാബ്ലിഷ്, റിയലൈസ്, സെർച്ച്. ഇത് ഏകദേശം എല്ലാം സെയിം പോലെ ഇല്ലേ? നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത ആൻസർ എന്താണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എല്ലാ ഓപ്ഷൻസും ഏകദേശം സിമിലർ മീനിങ് വരുന്നതാണ്, പക്ഷേ കോണ്ടെക്സ്റ്റുവലി ഡിഫറെൻ്റ് ആണ്. എന്തായാലും നിങ്ങൾ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആൻഡ് യു ക്യാൻ വെയിറ്റ് ഫോർ ദി ആൻസർ ഇൻ ദി വാല്യൂ ആഡഡ് നോട്ട്സ്. ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നതും ബേസിക്കലി ഒരു വൊക്കാബുലറി ടെസ്റ്റ് തന്നെയാണ്, വിച്ച് ഇസ് ആൻറ്റോണിംസ്. ആൻറ്റോണിംസ് ആർ വേർഡ്സ് ദാറ്റ് ഹാവ് കോൺട്രാസ്റ്റിംഗ് ഓർ ഓപ്പോസിറ്റ് മീനിങ്സ്. ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് മീനിങ്സ് വരുന്ന വേർഡ്സ് ആണ്. ഇതും ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നോളജ് ഓഫ് ദ ലാംഗ്വേജും വേർഡ് പവറുമാണ്. ഓൾസോ യുവർ എബിലിറ്റി ടു റിമെമ്പർ വേർഡ്സ് വിത്ത് ഓപ്പോസിറ്റ് മീനിങ്സ്. എക്സാമ്പിൾ നോക്കിയാൽ ഇൻസൾട്ട്, ഹ്യൂമിലിയേഷൻ, ക്രെഡുലിറ്റി, ഡിഗ്രഡേഷൻ, ഓണർ. ഇതിൽ ആക്ച്വലി പ്രിറ്റി ഈസിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഇത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഹോമോണിംസ് ആണ്. അഗെയിൻ വൺ ഓഫ് ദ സെക്ഷൻ വിച്ച് ടെസ്റ്റ് യുവർ വൊക്കാബുലറി സ്കിൽസ്. അതിനു മുന്നേ നിങ്ങൾ ഹോമോണിം എന്താണെന്ന് അറിയണം. A homonym is a word that is said or spelled the same way as another word but has a different meaning. അപ്പോൾ ഹോമോണിം എന്ന് പറയുന്നത് ചിലപ്പോൾ സെയിം സ്പെല്ലിങ്ങും സെയിം പ്രൊനൗൺസിയേഷനും ഒക്കെയുള്ള വേർഡ്സ് ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഹോമോണിംസ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ദ യൂസേജ് ഓഫ് വേർഡ്സ് ആൻഡ് ഹാവിംഗ് മെൻ്റൽ അലേർട്ട്നെസ് ടു ഐഡൻറ്റിഫൈ ദ മൈനർ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർ എമംഗ് ദം. അണ്ടർസ്റ്റാൻഡിങ് ദ യൂസേജ് ഓഫ് വേർഡ്സ് ആൻഡ് ഹാവിംഗ് മെൻ്റൽ അലേർട്ട്നെസ് ടു ഐഡൻറ്റിഫൈ ദ മൈനർ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർ എമംഗ് ദം ഇസ് ഇവാലുവേറ്റഡ്. അപ്പോൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്? നമുക്ക് വേർഡ്സിൻ്റെ യൂസേജ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ, ചെറിയ ചെറിയ നുവാൻസസ്, ഡിഫറൻസസ് ഇൻ ദ വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. എക്സാമ്പിൾ നോക്കിയേ, റൈറ്റ് ആൻഡ് റൈറ്റ്. ആദ്യത്തെ റൈറ്റസ് എഴുതുക, മറ്റേ റൈറ്റസ് കറക്റ്റ് അല്ലെങ്കിൽ ദ റൈറ്റ് സൈഡ് എന്നുള്ള അർത്ഥം വരുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഹോമോണിം. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സ്പോട്ടിംഗ് ദി എറർ ആണ്, വിച്ച് ഇസ് എ വെരി common അല്ലെങ്കിൽ usual type of question which comes under the verbal ability section. Essence of the chapter does not lie in solving the questions only, but making yourself aware of writing correct English and knowing where you make mistakes in writing. So ഈ spotting the error എന്ന് പറയുന്ന ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതിൻ്റെ എസൻസ് എന്താണ്? നമ്മൾ ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കറക്റ്റ് ഫോം ഓഫ് റൈറ്റിംഗ് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും നമ്മൾ എവിടെയാണ് റൈറ്റിങ്ങിൽ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതുമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഫ്രം ദിസ് topic will be direct questions. Direct spot the error questions ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. സോ എങ്ങനെയാണ് ഇത് ഇംഗ്ലീഷ് യൂസേജുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ഇംഗ്ലീഷ് യൂസേജിൽ പഠിക്കുന്ന ടോപ്പിക്സും ഇതുമായിട്ട് നല്ല റിലേഷനുണ്ട്. കാരണം അതിൻ്റെ ഒരു സൗണ്ട് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്പോട്ട് ദി എറർ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തൊരു സെക്ഷനാണ് ഇഡിയംസ് എന്ന് പറയുന്നത്. Idioms എന്ന് പറയുന്നത് എന്താണ്? It's an expression of phrase or collection of words, often informal, that has a meaning of its own, which is not apparent from the meanings of its individual words, is an idiom. So idiom എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫ്രേസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് വേർഡ്സ് ആണ്, which is often informal. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അതിന് സ്വന്തമായിട്ടൊരു മീനിങ് ഉണ്ടാകും, അല്ലാതെ അതിൻ്റെ ഇൻഡിവിജ്വൽ വേർഡ്സിൽ നിന്ന് നമുക്കതിൻ്റെ മീനിങ് ഗ്യാദർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സംഭവമാണ് ഇഡിയം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ടു കിക്ക് ദ ബക്കറ്റ്. ടു കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബക്കറ്റ് ചവിട്ടുക എന്നാണ് ലിറ്ററൽ മീനിങ് വരിക. പക്ഷേ ടു കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇഡിയമാറ്റിക് മീനിങ് എന്താണ്? ഇറ്റ് മീൻസ് ടു ഡൈ. ഓക്കെ, സോ ഇഡിയം എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ഓർ എക്സ്പ്രഷൻ ഓർ കളക്ഷൻ ഓഫ് വേർഡ്സ് ആണ്. മോസ്റ്റ്ലി ഇൻഫോർമൽ ആയിരിക്കും. അതിൻ്റെ ഇൻഡിവിജ്വൽ വേർഡ്സിൻ്റെ മീനിങ് നമുക്ക് ഗ്യാദർ ചെയ്താൽ അതിൻ്റെ അർത്ഥം കിട്ടില്ല. ഇറ്റ് ഹാസ് എ മീനിങ് ഓഫ് ഇറ്റ്സ് ഓൺ. അപ്പോൾ ഇഡിയംസ് പിന്നെ എത്രത്തോളം നിങ്ങൾക്ക് അറിയാം എന്നുള്ള കാര്യവും ടെസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അതിൻ്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ദെൻ ഇഡിയമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒന്നാണ് ഫ്രേസസ് എന്ന് പറയുന്നത്. ഫ്രേസസ് എന്ന് പറയുന്നത് നോർമൽ ഫ്രേസസും വരാറുണ്ട്, ഫ്രേസൽ വേർബ്സിൽ നിന്നും വരാറുണ്ട്. സോ മെനി വേർബ്സ് കോൾഡ് ഫ്രേസൽ വേർബ്സ് വെൻ ഫോളോഡ് ബൈ വേരിയസ് പ്രിപ്പോസിഷൻസ് ഓർ അഡ്വേർബ്സ് അക്വയർ ആൻ ഇഡിയമാറ്റിക് സെൻസ്.
സോ ഈ ഫ്രേസസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നോട്ട് എ സെൻറ്റൻസ്, പക്ഷേ അതിനെക്കാട്ടി ചെറിയൊരു ഫ്രാഗ്മെൻറ്റിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. ഫ്രേസസിനെ പറ്റിയിട്ടും വരാറുണ്ട്, ഫിൽ ഇൻ വിത്ത് ഫ്രേസസ് എന്നുള്ള രീതിയിൽ വരാറുണ്ട്. പിന്നെ ഫ്രേസൽ വേർബ്സ് വെച്ച് ഫിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് വേർബ്സ് ആൻഡ് മോസ്റ്റ്ലി പ്രിപ്പോസിഷൻസ് ഓർ ആഡ്വേർബ്സ്. അത് ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് ഒരു ഇഡിയമാറ്റിക് സെൻസ് അത് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ അങ്ങനത്തെ ഒരു സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എക്സാമ്പിൾ നോക്കിയേ, ഷീ ബാക്ക്ഡ് അപ്പ് ഹർ ബോയ് ഫ്രണ്ട്സ് ക്ലെയിം. ബാക്ക്ഡ് അപ്പ് ആണ് ഇവിടുത്തെ ഫ്രേസൽ വേർബായിട്ട് വരുന്നത്. ആൻഡ് അതിൻ്റെ മീനിങ് എന്താണ്? സപ്പോർട്ടഡ്. ബാക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. ഫ്രേസൽ വേർബ്സ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ബട്ട് വി ഡു നോട്ട് നെസസറിലി ഐഡൻറ്റിഫൈ ഇറ്റ് ആസ് ഫ്രേസൽ വേർബ്. അത്രയേ ഉള്ളൂ. നമ്മൾ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. ഫ്രേസൽ വേർബ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ ഇത്രയും ആണ് ആദ്യത്തെ സെറ്റ് ഓഫ് വെർബൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദാറ്റ് വി വിൽ ഡിസ്കസ് in another video, and before that we have to be clear about the approach that we will employ to learn these ടോപ്പിക്സ്. നമ്മൾ എങ്ങനെയാണ് ഈ ടോപ്പിക്സിനെ അപ്രോച്ച് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഈ ഓരോ ടോപ്പിക്കിനും ഇംഗ്ലീഷ് യൂസേജ്, സിനോണിംസ്, ആൻറ്റണിംസ്, ഹോമോണിംസ്, സ്പോട്ട് തിയറസ്, അങ്ങനെ ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ആൻഡ് അതിനായിട്ട് കണക്റ്റഡ് ആയിട്ട് പ്രോബ്ലം സോൾവിങ് ക്ലാസ്സസും, വേർ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം സോൾവിങ് ക്ലാസ്സസും ഉണ്ടാവും. കോൺസെപ്റ്റ് ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള വാല്യൂ ആഡഡ് നോട്ട്സും ഉണ്ടാവാറുണ്ട്. ദെൻ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിലും നിങ്ങളുടെ ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ടോപ്പിക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. സോ ദിസ് ഈസ് ഹൗ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദി സബ്ജക്ട്സ്. ഓക്കെ, റൈറ്റ്. ഇനി ബാക്കിയുള്ള വെർബൽ എബിലിറ്റിയുടെ ടോപ്പിക്സ് എന്താണെന്ന് അറിയണ്ടേ? വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ ആൻഡ്